നമുക്കറിയാം ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ എന്താണ് USS ഫോർഡ് എന്ന് പറയുന്ന കപ്പലിനെ ഈ കരീബിയൻ കടലിലേക്ക് അയക്കുകയാണ്. അതുപോലെ തന്നെ ഈ ആക്രമണം ശക്തിപ്പെടുത്തുമെന്നും ഭരണകൂടത്തെ, അതായത് നിക്കോളാസ് മഡുറോ എന്ന് പറയുന്ന ആ പ്രസിഡന്റിനെ അട്ടിമറിക്കാൻ ഞാൻ CIA ഉത്തരവ് കൊടുത്തു എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്ന തരത്തിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ അട്ടിമറിക്കാൻ വേറൊരു രാജ്യം പരസ്യമായി ആഹ്വാനം ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ലോക വ്യവസ്ഥ നിലനിന്ന് പോകുന്നത്? അപ്പോൾ എനിക്ക് അന്തർദേശീയമായ യാതൊരുവിധ നയങ്ങളോടും നിയമങ്ങളോടും എനിക്ക് യാതൊരു ബാധ്യതയുമില്ല, അനുസരണയുമില്ല. എനിക്ക് തോന്നുന്നത് പോലെയൊക്കെ ചെയ്യുമെന്നുള്ള തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തലതിരിഞ്ഞ ചക്രവർത്തിയായി ട്രംപ് മാറിയിട്ടുണ്ട്. അത് ലോകത്തൊട്ടാകെ ഇപ്പോൾ തന്നെ നമുക്കറിയാം. ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ ഒരു കടയിൽ പോയി 1 പവൻ സ്വർണം വാങ്ങിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ സ്വർണ്ണവില ഇങ്ങനെ അമിതമായി വർദ്ധിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ട്രംപിന്റെ തലതിരിഞ്ഞ നയങ്ങളാണ്. അതുപോലെ ഈ പറഞ്ഞ തരത്തിൽ ലോകത്തിന്റെ ഒട്ടാകെ ഇപ്പോൾ വീണ്ടും എണ്ണവില വർദ്ധിക്കാൻ പോവുകയാണ് റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിലൂടെ. അതുപോലെ തന്നെ ഈ വെനസ്വേല എന്ന് പറയുന്ന രാജ്യം കൈവശപ്പെടുത്തിയാൽ വീണ്ടും എണ്ണവില വർദ്ധിക്കുന്ന തരത്തിലേക്ക് വരും. അതായത് എണ്ണ സമ്പത്ത് മുഴുക്കെ ഇവരുടെ കയ്യിലാക്കിക്കൊണ്ട് ലോകത്തിന്റെ രാഷ്ട്രീയത്തെയും സാമ്പത്തിക അവസ്ഥയും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രംപിന്റെ ഒരു സാമ്രാജ്യത്വ പദ്ധതിയോ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യ പദ്ധതിയെന്നോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യ പ്രേരിതമായ പദ്ധതിയെന്നോ പറയാവുന്ന പദ്ധതിയാണ് നമ്മൾ കാണാൻ പോകുന്നത്.